എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളുടെ ലൈഫിലോട്ട് വരാനായിട്ട് പോകുന്നത് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. 2 ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത അവസ്ഥ ചിലപ്പം ഉണ്ടായിട്ടുണ്ടായിരുന്നിരിക്കാം. പക്ഷെ നിങ്ങളിപ്പോൾ ഡിസിഷൻ എടുക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ക്വീൻ ഓഫ് സോഡ്സ് ആണ് ബോട്ടം വന്നിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ള ആൾക്കാരൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഒരുപാട് കുഴിയിൽ ചെന്ന് ചാടിയിട്ടുള്ള ആൾക്കാരായിരിക്കാം. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, എന്തായിരുന്നു എൻ്റെ അഭിപ്രായം നോക്കിയിട്ടായിരുന്നു ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നിപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഡിസിഷൻ ഒറ്റക്കെടുക്കാനായിട്ട് പഠിക്കുന്നു. ആരെന്ത് പറഞ്ഞാലും നിങ്ങളിനി അതിലൊന്നും ചെന്ന് ചാടത്തില്ല. ഒരുപാട് ബൗണ്ടറീസ് വെക്കാനായിട്ട് പോകുന്നു. അപ്പോൾ മറ്റുള്ള ആൾക്കാർക്ക് തന്നെ നിങ്ങളോട് ഒരു ഇമ്പ്രഷൻ തോന്നും, ഇപ്പോൾ പഴയ ആളല്ലല്ലോ, ഇപ്പോൾ പുതിയ ആളായിട്ട് മാറി എന്നുള്ള ഒരു ചിന്തയൊക്കെ മറ്റുള്ളവർക്ക് തോന്നാനായിട്ടുള്ളൊരു സാധ്യത ഉണ്ട്. യെസ്, ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളിപ്പോൾ നിങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. നിങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് നിങ്ങളുടെ ഒരു സ്റ്റെബിലിറ്റിക്ക് പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകുന്ന ആൾക്കാരായിട്ട് മാറാനായിട്ട് പോകുന്നു എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. യെസ്, നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാനായിട്ട് പോകുന്നു. നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആവുന്നുണ്ട്. നിങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യമാണോ അതെല്ലാം നിങ്ങളിലേക്ക് ഈസി ആയിട്ട് വരും എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഇതൊരു പുതിയ പ്രണയം നിങ്ങളിലേക്ക് വരുന്നതും ആയിരിക്കാം. ക്വീൻ ഓഫ് വാൺസ് ആണ് വന്നിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാനുള്ളൊരു പവറുള്ള വ്യക്തിയാണ്. ഒരുപാട് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ആൾക്കാരാണ്. അതൊക്കെ നിങ്ങൾ പുറത്ത് കൊണ്ടുവരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ സ്കില്ലിനെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കി ഇനി എനിക്ക് ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല, എനിക്ക് മുന്നോട്ട് വരണം എന്ന് ഒരു ദൃഢനിശ്ചയമെടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് പോകുന്നു. അപ്പം അതിനെ വിശ്വസിച്ച്, ഡിവൈൻ പ്ലാനിനെ വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. 3 ഓഫ് വാൺസ് ആണ് വന്നിരിക്കുന്നത്. ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നു. ഇനി ഇങ്ങനെ എനിക്ക് നോക്കിയിരുന്നാൽ പോരാ, കാത്തിരുന്നാൽ പോരാ, ലൈഫിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കണം. അപ്പോൾ അങ്ങനെയുള്ളൊരു ചിന്തയൊക്കെ നിങ്ങൾക്ക് വളരെയധികം വരുന്നുണ്ട്. 8 ഓഫ് വാൺസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ എനർജി മാറും തോറും നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ എനർജി ഫ്രീക്വൻസി കൂടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങളിലേക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരും. കണ്ടില്ലേ, 9 ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. ഒരുപാട് വിഷമങ്ങൾ ലൈഫിൽ അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണ്, പെട്ടുപോയിട്ടുള്ള ആൾക്കാരാണ്, ഒരു ബിട്രയൽ അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ നിങ്ങൾ മാറ്റി ചിന്തിക്കുകയാണ്, എന്താണ് എൻ്റെ ലൈഫിൽ അങ്ങനെ വന്നത്, ആരാണ് വളം വെച്ച് കൊടുത്തത്? നമ്മൾ തന്നെയാണല്ലേ. നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഓരോ സിറ്റുവേഷൻ്റെയും കാരണം ആര് തന്നെ ആയിരിക്കും? നമ്മൾ തന്നെ ആയിരിക്കും. അതിപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട്. കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്ത് നിന്നിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയല്ല, നമ്മളൊരു ബാലൻസ് ചെയ്ത് ലൈഫിൽ നിൽക്കണം എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം, നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടണം എന്നുള്ളത് നിങ്ങളിപ്പം ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് ആ ഒരു ഇമ്പോർട്ടൻസ് തരുന്ന ആൾക്കാരെ എനിക്ക് മതി എന്നുള്ളൊരു തോട്ടൊക്കെ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. 7 ഓഫ് വാൺസ് ആണ്, കണ്ടില്ലേ. ഇപ്പം നിങ്ങൾ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ നിങ്ങൾക്കെതിരായിരിക്കും, നിങ്ങളെപ്പറ്റി മോശം പറയുന്നുണ്ടായിരിക്കും. പക്ഷെ നിങ്ങളതൊന്നും ചിന്തിക്കുന്നില്ല. നിങ്ങൾ അതിൽ നിന്നൊക്കെ പുറത്ത് കടക്കാനായിട്ട് പോവുകയാണ്. നിങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോകാനായിട്ട് പോവുകയാണ്. സ്ട്രോങ് ബൗണ്ടറീസ് ആണ് കാണുന്നത്, കണ്ടില്ലേ. 10 ഓഫ് കപ്സ് ആണ് ഇവിടെ. ഒരു മാരേജ് നോക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പുതിയ ഒരു പ്രപ്പോസൽ നിങ്ങളിലേക്ക്, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ളൊരു വ്യക്തി നിങ്ങളിലേക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു എനർജീനെ നിങ്ങൾ മാറ്റുമ്പോഴത്തേക്ക് നിങ്ങളൊരു ഫാമിലി ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ ആൾ നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് എന്നും കാണിക്കുന്നുണ്ട്. ക്വീൻ ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കുന്നത്. യെസ്, ഇപ്പം നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി മാത്രമാണ് പോകാനായിട്ട് പോകുന്നത്. ഒരുപാട് ബൗണ്ടറീസ് സെറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ ഒരുപാട് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കാൻ പോകുന്നത്, നിങ്ങൾ ഒരുപാട് ബ്ലിസ്സാണ് അനുഭവിക്കാനായിട്ട് നിങ്ങൾ പോകുന്നത്. ഒരുപാട് അനുഗ്രഹങ്ങൾ ഇപ്പം നിങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുന്നു. കണ്ടില്ലേ, ആക്ഷൻ എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് പോകുന്നു എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ വരട്ടെ എന്ന് ഞാൻ ആശംസിച്ച് ഇത് നിർത്തുകയാണ്. അപ്പോൾ നിങ്ങൾ നല്ല സേഫായിട്ട് ഇരിക്കുക എന്നുള്ളത് ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നു.